ഈ വീഡിയോയിലെ പരാമർശം എന്ന് പറയുന്നത് മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏകദേശം 11-12 വർഷത്തിലോട്ട് കയറുമ്പോൾ ആദ്യമായിട്ട് അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ അകത്ത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ബ്രസീലിൽ നടക്കുന്ന സമ്മിറ്റ് നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് ബ്രിക്സ് രാജ്യങ്ങളെന്ന്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, മറ്റുള്ള ചില രാജ്യങ്ങൾ ഇൻവൈറ്റീസാണ്. പക്ഷെ അതിനകത്ത് ഇപ്രാവശ്യം ഇറാനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി, അതായത് ഞാൻ ഈ പറയുന്ന 11 വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ശക്തമായ രീതിയിൽ അമേരിക്കയ്ക്ക് താക്കീത് കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചു. അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഇതാണ് ആവശ്യം. ഇത് പറയാൻ ഇന്ത്യയുടെ ഭരണതലത്തിൽ ഇന്ന് വരെ ആളുകളില്ലായിരുന്നു. കാരണം അമേരിക്ക വല്ലാത്ത രീതിയിൽ ഇന്ത്യയിട്ട് പെരുമാറുകയാണ്. ഏതാണ്ട് സറണ്ടർ ചെയ്ത പോലെയാണ് പോയത്. അതിന് ഒരു കാരണം ഇന്ത്യൻ ഭരണകൂടവും ഇതിനൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ ട്രംപ് നേരത്തെ മത്സരിച്ചപ്പോൾ ഹൂസ്റ്റണിൽ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഹൗഡി മോഡി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ട്രംപിന് വേണ്ടി ഇലക്ഷനിൽ പ്രസംഗിച്ചു. അതോടുകൂടി മനസ്സിലാക്കണം അവരുടെ പൊളിറ്റിക്സിലും ആ റിപ്പബ്ലിക്കൻ പാർട്ടിയോടുള്ള വലത് വിംഗ് പൊളിറ്റിക്സിൻ്റെ അകത്ത് ഉണ്ടായ ഇന്ത്യക്കാരുടെ ഒരു ചേഞ്ച്. ഉറപ്പായിട്ടും അത് ട്രംപ് ഇത്രയും ഭൂരിപക്ഷത്തിൽ വിജയിക്കാനൊരു കാരണമായി. ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ട്രേഡ് ഡീല് കൊണ്ടുവരുന്നു. ഇന്ത്യയായിട്ട് നല്ല ബന്ധം. പക്ഷെ ഇത്ര കൊണ്ടുവന്നില്ലെങ്കിൽ ഇന്ത്യയുടെ സാങ്ഷനാവും, അതാകും, ഇതാകും. എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്? ട്രേഡിൻ്റെ പേരിൽ ഇതങ്ങനെ ഉണ്ടായി. ട്രേഡിൻ്റെ പേരിലാണ് സമാധാനം കൊണ്ടുവന്നത് ഇന്ത്യ പാകിസ്ഥാൻ. എത്ര പ്രാവശ്യം പറഞ്ഞു, അതിനെപ്പറ്റി ഒരാൾ പോലും മിണ്ടുന്നില്ല. ചില ഓഫീസേഴ്സാണോ ബ്യൂറോക്രാറ്റ്സാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇതൊക്കെ നടന്നു കഴിയുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഈ പറയുന്ന അമേരിക്ക ഒന്നും ഉദ്ദേശിച്ച് തകർക്കാൻ പറ്റത്തൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ അവർ ഇന്ത്യയുടെ പോലെ ടാരിഫ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു. ഈ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ, അതായത് ഇന്ത്യയിൽ വാജ്പേയി മന്ത്രിസഭ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരീക്ഷണം നടത്തി കഴിയുമ്പോൾ അമേരിക്കൻ സാങ്ഷൻ ഉണ്ടായിരുന്നു പല രീതിയിൽ. അതിനെ നമ്മൾ ഓവർകം ചെയ്തില്ലേ? ഇത് മുഴുവനും അമേരിക്കയുടെ അണ്ടറിൽ പോയി സറണ്ടർ ചെയ്യുന്നു. നിങ്ങൾ കാണുക, G7 മറ്റുള്ള പല ഫോറങ്ങളിലും ഇന്ത്യ അനങ്ങാൻ വിടുന്നില്ല അമേരിക്ക. ഒരു തരത്തിലും ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ കൂട്ടാക്കുന്നില്ല. മറിച്ചപ്പുറത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രുവിനേക്കാളുപരി ഇന്ത്യയിൽ ടെറർ ആക്ടിവിസം നടത്തുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരെ അവിടെ വലുതായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്തൊക്കെ എന്താ അർത്ഥം നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? ഇതാണ് ബേസിക്കലി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം സ്വന്തം കാലിൽ നിൽക്കണം. ഇതിനകത്ത് വെപ്പൺസ് വാങ്ങി, അത് വാങ്ങി, ഇതൊന്നുമല്ല ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം. ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ മാത്രം ഭാഗമാണ്. അമേരിക്ക ഇടപെടാൻ സമ്മതിക്കരുത്. ഇതിനകത്ത് പല കഥകളും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര സത്യമാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ് ഈ പറയേണ്ടത്. അതായത് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരും അമേരിക്കൻ ലോബിയിസ്റ്റുകളാണ്. അവരൊരു കാരണവശാലും ഇന്ത്യ ചൈന ഇഷ്യൂ, ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു സീനിയർ ഓഫീസർ എന്നോട് പറഞ്ഞ, വളരെ സീനിയർ ആയിട്ടുള്ള ആൾ, അത് സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കുന്നത് ഇന്ത്യയും ചൈനയുമായിട്ട്. ഇന്ത്യയുടെ അയൽവാസിയാണ് ചൈന. പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഫേസ് ടു ഫേസ് ഇരുന്നാൽ തീരാവുന്നൊരു ഇഷ്യൂ ഉള്ളൂ ഇന്ത്യയും ചൈനയുമായിട്ട്. അവിടെ ചൈനയുമായിട്ട് ഇന്ത്യയായിട്ട് പ്രശ്നമുണ്ടാക്കി ത്രൂ പാകിസ്ഥാനെ പ്രോക്സി ആക്കുമ്പോൾ ഇവിടെ ഇന്ത്യ തന്ത്രപരമായിട്ട് ഇടപെട്ട് ചൈനയുമായിട്ട് ടോക്സ് നടത്തി സെറ്റിൽ ചെയ്യണം ഇഷ്യൂ. അമേരിക്ക പ്ലേ ചെയ്യാൻ സമ്മതിക്കരുത്. ഇപ്പം അമേരിക്കയ്ക്ക് പ്ലേ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ ഉണ്ടായിക്കൂടാ. അത് ഒരിക്കലും സമ്മതിക്കരുത്. എന്നിട്ട് ഈ ചൈനയുമായിട്ട് നല്ല ബന്ധം കൊണ്ടുവന്നിട്ട് അവരോട് പറഞ്ഞാൽ അവർ ഈ പാകിസ്ഥാന് കൊടുക്കുന്ന വെപ്പൺസ് നിർത്തുവാണെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാന്റെ പരിപാടികളൊക്കെ പിന്നെ നടക്കത്തില്ല. അവർക്ക് ചെയ്യാനും അറിയാം.
ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റിയ ആൾക്കാരെ, കാരണം ആദ്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില പോയിന്റ് ഉണ്ട്. ഞാൻ ഈ പല ആവർത്തിന് അമേരിക്ക പോകുമ്പോൾ ഈ അമേരിക്കയിൽ ഇഷ്ടം പോലെ ഇന്ത്യൻ ലോബിയിസ്റ്റുകളുണ്ട്. അതായത് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ലോബിയിങ് നടത്തുന്ന പല ആളുകളുണ്ട്, പല സംഘടനകളുണ്ട്. ഇതൊക്കെ ബിസിനസ് സംഘടനകളാണെന്ന് മനസ്സിലാക്കുക. അമേരിക്ക എന്ന് പറഞ്ഞ ബിസിനസ് സംഭവമാണ്. അപ്പോൾ അവിടെയുള്ള ഗുജറാത്തികളിൽ 90% ഇവരീ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്തിയാണ്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് ഈ ഗുജറാത്തി കമ്മ്യൂണിറ്റിയാണ് അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ ലോബിങ് നടത്തുന്നത്. ഭയങ്കരമായ ലോബിങ്ങാണ് നടത്തുന്നത്, ഭയങ്കര അതിശക്തമായിട്ട് രീതിയിൽ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നതാണ് ഈ ലോബിസ്റ്റുകളുടെ ഉദ്ദേശം. അവരാണ് ഈ അമേരിക്കയിലെ ഡയസ്പോറ എന്ന് പറയുന്നത്, അവരാണ് സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നു, വലിയ പ്രസംഗം, വലിയ ഇവൻ്റാക്കി അതിനെ മാറ്റുന്നു. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിനാരാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പം ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദു, അമേരിക്കൻ ഹിന്ദു അസോസിയേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ നേതാക്കന്മാരെല്ലാം വലിയൊരു ശതമാനവും ഈ അമേരിക്കയുടെ ലോബിയിസ്റ്റുകളാണ്. അവരാണ് വർക്കൗട്ട് ചെയ്തത്. അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ വന്നിട്ട് രണ്ടാമത്തെ ഒരു രാഷ്ട്രത്തലവരെ മീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി കൊടുത്ത അവരാണ്. അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുണ്ടായ സംഭവമല്ല. അപ്പം അവരാ രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസികളിലും വിദേശ നയത്തിലും കൈകടത്താൻ ശ്രമിക്കുന്നു. ഇന്ത്യക്കൊരു ഇൻഡിപെൻഡൻറ്റ് വോയിസ് ഉണ്ട്. ഇപ്പം ഈ അമേരിക്ക വിചാരിച്ചിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്തത്. ഇതിനൊക്കെ മുമ്പ് പല ആവർത്തി അമേരിക്ക ഇന്ത്യ നാശമാക്കാൻ ശ്രമിച്ചില്ലേ? 71 വാറിലാണെങ്കിലും പല ആവർത്തി. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ചൈനയുടെ സ്റ്റാൻഡ്, അമേരിക്ക ഇത്രയും വലിയ ടാരിഫും അതും ഇതൊക്കെ ചൈനയുടെ മേളിൽ കൊണ്ടുവന്നിട്ട് അവസാനം രണ്ടുപേരും സറണ്ടർ ചെയ്ത് സൈൻ ചെയ്ത് മാറി, ചൈന വിട്ടുകൊടുത്തു? ഇല്ല. ആ രീതിയിലാണ് പോകേണ്ടത്. ടാരിഫ്, ബിസിനസ്, അത് ഇത്, ഇവിടെ ഫാക്ടറികൾ വരുത്താം, ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരുത്താം, അവിടെ നിന്ന് അങ്ങോട്ട് വരുത്താം. ഇതെല്ലാം കേട്ട് ചാടരുത്. ബേസിക്കലി ഇതൊക്കെ വലിയ ട്രാപ്പാണ്, ഈ സംഭവങ്ങൾ മുഴുവനും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്താൻ ഇന്ത്യയിൽ വരാൻ വലിയൊരു ഇന്ത്യൻ ലോബി അവിടെ ഉണ്ട്. അവരുമായിട്ടൊക്കെ വെൽ കണക്റ്റഡ് ആണ് ഈ ഗുജറാത്തി ലോബി. ഈ ഗുജറാത്തി ലോബി അവിടെയുള്ള ഇന്ത്യക്കാരിൽ ശരിക്കുമായിട്ട് അവിടെ ആര് ഭരിക്കുന്നു അവരെ സ്വാധീനം ചെലുത്തി അവരുടെ കച്ചവടവും പരിപാടിയൊക്കെ നടത്തിയെടുക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അതിന് അമേരിക്കൻ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുക. അതിനകത്ത് പ്രധാനമന്ത്രി അതിനെ ട്രാപ്പിലാക്കുക. അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടും നമ്മളെ ഇത്രയും മാത്രം ഭീകരമായിട്ട് ആക്രമിക്കുകയും, പാൽഗാം ഇഷ്യൂ ആണെങ്കിൽ ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണം, അത് ചെയ്തവരെ പിടിച്ച് വൈറ്റ് ഹൗസിൽ വിളിച്ച് ലഞ്ച് കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് ആരാണ് ഇതിന്റെ കാരണക്കാരൻ? എന്തുകൊണ്ട് ചൈനയുമായിട്ട് ആ ഇഷ്യൂസ് പൂർണ്ണമായിട്ടും സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല? എന്താണ് ഇഷ്യൂ? ആരാണ് കാരണക്കാരൻ? പല ആൾക്കാരും വിദേശകാര്യ മന്ത്രിയുടെ പേര് പറയുന്നു, ജയശങ്കറിന്റെ പേര് പറയുന്നുണ്ട്. കാരണം ചൈനയുമായിട്ടുള്ള ഇഷ്യൂ സെറ്റിലാക്കുന്നില്ല. പാകിസ്ഥാൻ ഇഷ്യൂ അവിടെ നിൽക്കട്ടെ, ചൈനയുമായിട്ട് നമുക്ക് ഇഷ്യൂ സെറ്റിൽ ചെയ്യാം. ഇഷ്ടംപോലെ വഴികളുണ്ട്. ഈ ചൈനയ്ക്ക് ഈ പറയുന്ന പോലെ ഇന്ത്യയുമായിട്ട് അടിയായിട്ട് പോകണം താല്പര്യമൊന്നുമില്ല. അതങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് ഈ സംഭവം. അതിനകത്ത് അമേരിക്കയ്ക്ക് പങ്കുണ്ട്, ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട്. അത് മാറ്റിയെടുക്കണം. ചൈനയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. നമ്മൾ ഈ റഷ്യയുടെ കാര്യം കളയുക. കാരണം റഷ്യ എന്ന് പറയുന്നത് പല രീതിയിലും പൊളിഞ്ഞു നാശമായിപ്പോയി. പക്ഷെ ചൈനയെ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ആണെങ്കിലും മറ്റു പല ഇഷ്യൂയിലും ചൈന നമ്മളെ സഹായിക്കും. ചൈനയുമായിട്ട് നല്ല രീതിയിൽ ട്രേഡ് ഡീലും പറഞ്ഞ് മുന്നോട്ട് പോകുക. ഈ അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ട്രേഡ് ഡീലിനകത്ത് ചില കാര്യങ്ങളിനകത്തൊക്കെ ഞാൻ വായിച്ചെടുത്തോളം അമേരിക്കൻ കർഷകനെ സഹായിക്കാൻ 500 ബില്യൺ ഡെഫിസിറ്റ്, അത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതിനെപ്പറ്റി ഫർദർ ഡിസ്കഷൻ നടക്കണം. അതിനെപ്പറ്റി എന്ത് ഡിസ്കഷൻ? ഇന്ത്യൻ കർഷകരെ ഉപദ്രവിച്ചിട്ട് വേണം ഈ 500 ബില്യൻ്റെ ഈ പറയുന്ന അമേരിക്കൻ ഫാം സാധനം ഇന്ത്യയിൽ വരേണ്ടത്.
ഇത് മൾട്ടിപ്പിൾ ചോദ്യമുണ്ട്. എന്തിനാ അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കർഷകർ എന്ത് ചെയ്യും? ഇവിടെ ഇന്ത്യയിലുള്ള ചില ബിസിനസ് ഹൗസസ്, പ്രധാനപ്പെട്ട അവരൊക്കെ ഈ പറയുന്ന അമേരിക്കൻ ലോബിയിസ്റ്റിന്റെ അംഗങ്ങളായി. ഇങ്ങനെയാണ് നമ്മൾ ഈ സറണ്ടർ വേയിലോട്ട് പോകുന്നത്. അതിനകത്ത് അൺനെസസറി ആയി വന്നു കയറി ഓപ്പറേഷൻ സിന്ധു. ഓരോ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമ്പോഴും മനസ്സിലാക്കുക, 2ാം ലോകമഹായുദ്ധം, 1ാം ലോകമഹായുദ്ധം, ഇതിലൊക്കെ സ്കോർ ചെയ്ത രാജ്യം ഏത്? അമേരിക്ക. സെക്കൻഡ് വേൾഡ് വാർ കംപ്ലീറ്റ് യൂറോപ്പ് അമേരിക്കയുടെ അണ്ടറിൽ പോയി. ഇവിടെയും അങ്ങനെ ഒരു സംഭവത്തിലോട്ട് കൊണ്ടുവരാനുള്ള ധാരണയായിരുന്നു. അത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോദി ഗവൺമെന്റ് ഈ കാര്യത്തെപ്പറ്റി ചൈനയുമായിട്ട് ഈ പറയുന്ന പോലെ ഈ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പൂർണ്ണമായിട്ടും വിശ്വസിച്ചല്ല മുന്നോട്ട് പോകേണ്ടത്. ഈ പല ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും ഒക്കെ അമേരിക്ക സെറ്റിൽഡാ. അവരൊക്കെ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. ഈ ലോബിയിസ്റ്റുകളായിട്ടൊക്കെ നല്ല ബന്ധമാണ്. പക്ഷെ അതേപോലെ അവരുടെ ആ കണക്ഷൻ ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസിയെ ബാധിക്കരുത്. അതായത് 5 പ്രാവശ്യം ട്രംപ് പറയുന്ന അയാൾ ഇടപെട്ടിട്ടാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ ഉണ്ടായത്. അയാൾ ഇടപെട്ടിട്ടാണ് സമാധാനം കൊണ്ട് ട്രേഡ് എന്ന് പറഞ്ഞ സംഭവം 2 പേരിലും പിടിച്ച് വരട്ടി. എന്തുകൊണ്ട് അന്നത്തെ ദിവസം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനായതൊരു പൊളിറ്റീഷ്യൻ ഭരിക്കുന്ന ഒരാൾ പറയാം, അല്ല അങ്ങനല്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ ആണെങ്കിൽ പോലും അങ്ങനല്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പറയാനുള്ള ധൈര്യം പോലും മോദി ഗവൺമെന്റ് ആരും കാണിച്ചില്ല. ഇപ്പോഴാദ്യമായിട്ട് ബ്രിക്സിൽ പറഞ്ഞു അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡേർഡ്. ഇതാണ് പറയേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തിനും അടിമയൊന്നുമല്ല. ബ്രിട്ടീഷുകാർ ഭരിച്ചു പോയി. നമ്മൾ ഇത്രയും മാത്രമായത് ഓരോ ഇന്ത്യക്കാരും പാടുപെട്ടുണ്ടാക്കിയെടുത്തതാണ്. അത് പോയി സറണ്ടർ ചെയ്ത് അമേരിക്കൻ മാർക്കറ്റ് തുറക്കാനും ട്രംപ് പറയുന്ന കേൾക്കുമ്പോൾ അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് ചാടാനും അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കാലം നിൽക്കാം. ഇതാണ് സ്റ്റാൻഡ്. ആക്ച്വലി ഈ സ്റ്റാൻഡാണ് എടുക്കേണ്ടത്. അല്ലാതെ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ പോയിട്ട് പല ആൾക്കാരെ ഡെലിഗേഷനെ വിട്ട് എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാണ് പോകുന്നത്? ഈ ചെറിയ രാജ്യങ്ങളൊന്നും, ഇൻക്ലൂഡിങ് അറേബ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്ക പറയുന്നതേ കേൾക്കുള്ളൂ. അതിവിടെ ഒന്നും ഇന്ത്യക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും. ചൈന പറഞ്ഞാൽ പോലും കേൾക്കാത്ത രാജ്യങ്ങളാണ് ഈ ചെറിയ ചെറിയ രാജ്യം, അറേബ്യൻ രാജ്യങ്ങൾ. അവർ പിന്നെ ഇന്ത്യ പറഞ്ഞാൽ, ഇന്ത്യ പോയി കണ്ട് 2 പൊളിറ്റീഷ്യൻ പോയി കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കൂ. മനസ്സിലാക്കുക, ചൈന 2ാമത്തെ ലോകത്തിലെ പവറാണ്. ചൈന നമ്മുടെ അയൽവാസിയാണ്. അവരുമായിട്ട് മെച്ചപ്പെട്ട ബന്ധത്തിൽ പോവുക. അപ്പോൾ നമുക്ക് പല രീതിയിൽ പാകിസ്ഥാനെ തടയാൻ പറ്റും. ചൈനയും ഇന്ത്യയും കൂടി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഭയമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയെടുത്ത ഈ കോഡും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ ചെയ്ത സംഭവം, ആദ്യം അതിനെപ്പറ്റിയാണ് ബേസിക്കലി ഇന്ത്യ ഗവൺമെൻറ് കൂടുതൽ താല്പര്യം കാണിച്ച് സംഭവം ഇഷ്യൂസ് മുഴുവൻ സെറ്റിൽ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക, അമേരിക്കയെ ഭയക്കാതെ. ഇപ്പോൾ അമേരിക്ക ഭയന്ന് പോകുന്ന ഒരു മാറ്റം കണ്ടത് ബ്രിക്സിലാണ്. അമേരിക്കൻ ഡബിൾ സ്റ്റാൻഡേർഡിനെ പറ്റി പ്രധാനമന്ത്രി ഓപ്പണായിട്ട് പറഞ്ഞു. ഈ രീതിയിലാണ് പോകേണ്ടത്. അല്ലാതെ ട്രംപ് പറഞ്ഞു, ആ പറഞ്ഞു, ഈ പറഞ്ഞു, ആ ഭയപ്പെടുത്തി, ഈ ഭയപ്പെടുത്തി പോകില്ലെന്ന് പറയണം. എല്ലാ ഇന്ത്യക്കാരും കൂടെ നിൽക്കുക. അവർ പറയുമ്പോഴാണ് വാറ് നിർത്തുന്നത്, അവർ പറയുമ്പോഴാണ് വാറ് തുടങ്ങുന്നത്. അവരോട് ചോദിച്ചിട്ടാണോ, എന്നിട്ട് പാകിസ്ഥാനോട് പറഞ്ഞിട്ടാണോ വാറ് തുടങ്ങുന്നത്? ഇതൊക്കെ റീസണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞു. വാർ തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കയെ വിളിച്ചു പറഞ്ഞു. അത് അമേരിക്ക പറഞ്ഞു പാകിസ്ഥാനോട് പറയാൻ. അപ്പം അമേരിക്കയിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അപ്പം അങ്ങനെയുള്ളൊരു കോമൺ സെൻസ് ഉപയോഗിക്കാൻ പഠിക്കണം. അമേരിക്ക പറഞ്ഞു കേട്ട്, ലോക പോലീസ് പറഞ്ഞു കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, മഹാരാജ്യം മുന്നോട്ട് പോകത്തില്ല. അത് പുറകോട്ടേ പോവുകയുള്ളൂ. ഇവിടെ ഭയം ആവശ്യമില്ല. അമേരിക്ക ഭയക്കേണ്ട ഒരാവശ്യം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിനില്ല.